കാണ്ഡഹാർ ഹൈജാക്കിംഗ് ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്നും നാണക്കേടിൻ്റെ മുറിപ്പടായി നിൽക്കുന്ന കാണ്ഡഹാർ വിമാനറാഞ്ചലിൻ്റെ 25 വർഷം തികയാണ്. ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ പിടിപ്പുകേട് തുറന്നുകെട്ടിയ സംഭവം കൂടിയായിരുന്നു കാണ്ഡഹാർ വിമാനറാഞ്ചൽ. തീവ്രവാദികൾ ഒരു ഇന്ത്യൻ വിമാനം തട്ടിയെടുത്ത് ഇന്ത്യൻ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയത് ഒരാഴ്ച കാലമാണ്. യാത്രക്കാരൻ്റെ മരണവും നിരവധി പേർക്ക് പരുക്കുമേറ്റ റാഞ്ചികൾക്ക് വഴങ്ങി 3 തീവ്രവാദികളെ വിട്ടുനൽകി നാണക്കേടായി മാറിയ അജിത് ഡോവൽ ഉൾപ്പെടെയുള്ളവർക്ക് തോറ്റു പിന്മാറേണ്ടി വന്ന കാണ്ഡഹാർ ഹൈജാക്കിങ്ങിൻ്റെ വാസ്തവം ഏറെയുണ്ട് പറയാൻ. വർഷം 1999 ഡിസംബർ 24. ഇന്ത്യൻ സമയം 4 മണി പിന്നിട്ടതിന് പിന്നാലെ നേപ്പാളിലെ കാഠ്മണ്ഡു ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഒരു വിമാനം ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പറന്നുയരുന്നു. എയർബസ് A300 മോഡലിലുള്ള എയർ ഇന്ത്യയുടെ IC814 എന്നറിയപ്പെട്ടിരുന്ന വിമാനമായിരുന്നു അത്. വിമാനത്തിലാകെ 179 യാത്രക്കാരും 11 ക്രൂ അംഗങ്ങളും ഉൾപ്പെടെ 190 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ദേവി ശരൺ വിമാനത്തിൻ്റെ ക്യാപ്റ്റനായും ഫസ്റ്റ് ഓഫീസറായ രജീന്ദർ കുമാറും ഫ്ലൈറ്റ് എഞ്ചിനീയറായി അനിൽകുമാർ ജഗ്ഗിയും വിമാനത്തിൻ്റെ ബോർഡിലുണ്ടായിരുന്നു. ഏറെ സ്വപ്നങ്ങളും ഡൽഹിയിൽ ഇറങ്ങിയാൽ ചെയ്യേണ്ട കാര്യങ്ങളും ആലോചിച്ചിരുന്ന 179 യാത്രക്കാരിൽ 5 പേർ അല്പം ടെൻഷനോടെയാണ് ഇരുന്നിരുന്നത്. സമയം 4:53 IC814 വിമാനം നേപ്പാളിൻ്റെ വ്യോമാതിർത്തിയിൽ നിന്ന് ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടക്കുന്നു. പിന്നാലെ നേരത്തെ ആശങ്കയോടെ കാണപ്പെട്ട ആ 5 ചെറുപ്പക്കാർ അവരുടെ ഇരിപ്പിടത്തിൽ നിന്ന് കത്തിയും തോക്കും ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി എണീറ്റ് ചുറ്റും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. യാത്രക്കാരും ക്യാബിൻ ക്രൂ അംഗങ്ങളും ഭയചകിതരാകുന്നു. എതിർക്കാൻ ശ്രമിച്ചവരെ ഈ 5 അംഗ സംഘം മർദ്ദിക്കുന്നു. പിന്നാലെ വിമാനം റാഞ്ചിയതായുള്ള പ്രഖ്യാപനം വരുന്നു. അല്പസമയത്തിനുള്ളിൽ ഹൈജാക്കർമാർ വിമാനത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്തു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ സംഘടനയായ ഹർക്കത്തുൽ മുജാഹിദീനിലെ അംഗങ്ങളായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന ആ 5 ഭീകരരെന്ന് വൈകാതെ തിരിച്ചറിഞ്ഞു. ഈ സംഘത്തിൻ്റെ നേതാവ് അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖ് ആയിരുന്നു. മുമ്പ് ഇന്ത്യയിൽ നിന്ന് പാശ്ചാത്യ വിനോദസഞ്ചാരികളെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ് ഇയാൾ. ഇന്ത്യൻ ജയിലുകളിൽ തടവിലാക്കപ്പെട്ട തങ്ങളുടെ 3 കൂട്ടാളികളെ മോചിപ്പിക്കാനും വലിയൊരു മോചനദ്രവ്യം നൽകാനും ആവശ്യപ്പെട്ടായിരുന്നു വിമാനത്തിൻ്റെ റാഞ്ചൽ. ഡൽഹിയിൽ ലാൻഡ് ചെയ്യാനായി കാഠ്മണ്ഡുവിൽ നിന്ന് പുറപ്പെട്ട വിമാനം ഉദ്ദേശിച്ച റൂട്ടിൽ നിന്ന് തിരിച്ചുവിട്ട് പാകിസ്ഥാനിലെ ലാഹോറിലേക്കും പിന്നീട് UAE ദുബൈയിലേക്കും തിരിച്ചുവിട്ടു. ഒടുവിൽ അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ വിമാനം ഇറങ്ങുകയും ചെയ്തു. അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സർക്കാരിൻ്റെ വീഴ്ച കൂടി തുറന്നു കാട്ടിയ സംഭവം കൂടിയായിരുന്നു ഈ വിമാന റാഞ്ചൽ എന്ന് പറയാതെ വയ്യ. വിമാനത്തെയും യാത്രക്കാരെയും രക്ഷപ്പെടുത്താൻ തുറന്നു വന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്തി ഒടുവിൽ ഭീകരർക്ക് വഴങ്ങേണ്ടി വന്നത് ഇന്ത്യക്ക് ലോകത്തിന് മുൻപിൽ തന്നെ ആകെ നാണക്കേടുണ്ടാക്കി. വിമാനം റാഞ്ചിയതിന് പിന്നാലെ പാകിസ്ഥാനിലേക്ക് പറക്കാനായിരുന്നു ഭീകരരുടെ ആവശ്യം. എന്നാൽ പാക് അധികൃതർ അനുമതി നിഷേധിച്ചതോടെ വിമാനം ഇന്ധനം നിറക്കാനായി അമൃത്സർ വിമാനത്താവളത്തിൽ ഇറക്കി. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ആദ്യ പിഴവ് ഇവിടെയായിരുന്നു. വിമാനം എന്തെങ്കിലും ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞ് വൈകിപ്പിക്കാനും കൂടുതൽ സമയം പിടിച്ചിടാനും അതുവഴി ഭീകരരുമായി ചർച്ചയ്ക്ക് അവസരം ഒരുക്കാനും കഴിയുമായിരുന്ന ഈ അവസരം വിനിയോഗിക്കാൻ അധികൃതർക്കായില്ല. മറ്റൊരു തെറ്റുപറ്റിയത് ഡൽഹിക്കടുത്തുള്ള മനേസറിൽ നിന്ന് അമൃത്സറിലേക്ക് രക്ഷാദൗത്യമായി പുറപ്പെടാൻ തയ്യാറായി നിന്ന NST കമാൻഡുകൾക്ക് അനുമതി നൽകിയില്ല എന്നതായിരുന്നു. അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആ വിമാനം കാണ്ഡഹാർ വരെ എത്തില്ലായിരുന്നു. കാബിനറ്റ് സെക്രട്ടറി അധ്യക്ഷനായ ക്രൈസിസ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പിൻ്റെ യോഗം ഉടൻ നടക്കാതിരുന്നതും പ്രധാനമന്ത്രി വാജ്പേയിയും ആഭ്യന്തരമന്ത്രി LK അദ്വാനിയെയും അറിയിക്കാൻ വൈകിയതുമെല്ലാം വീഴ്ചയുടെ പട്ടികയിൽ ഇടം പിടിച്ച സംഭവങ്ങളാണ്. ലാഹോറിലേക്ക് പറന്ന വിമാനം അധികൃതരുടെ നിസ്സഹകരണം മൂലം പിന്നീട് ദുബായിൽ ഇറക്കുകയായിരുന്നു. യാത്രക്കാർക്ക് ഭക്ഷണവുമായി പോകുന്ന ട്രക്കുകൾ ഉപയോഗിച്ച് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് താമസിപ്പിക്കാമെന്നും ആ സമയത്ത് ചർച്ചകൾ നടത്തി മോചനത്തിന് ശ്രമിക്കാനും ദുബായ് ഭരണകൂടം ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിന് ഇന്ത്യൻ അധികൃതർ തയ്യാറായില്ലെന്നാണ് പറയപ്പെടുന്നത്. ഈ അവസരവും ഇന്ത്യ പാഴാക്കി കളഞ്ഞു. ഇതിനിടെ ദുബായിൽ വെച്ച് UAE അധികൃതരുടെ സഹകരണത്തോടെ കൊല്ലപ്പെട്ട ഒരു യാത്രക്കാരൻ്റെ മൃതദേഹവും പരുക്കേറ്റ യാത്രക്കാരെയും റാഞ്ചികൾ വിട്ടു നൽകിയിരുന്നു. പിന്നീട് താലിബാൻ നിയന്ത്രണത്തിലുള്ള കാണ്ഡഹാറിൽ വിമാനം ഇറക്കി. ശേഷം ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയിൽ തടവിലാക്കപ്പെട്ട 3 തീവ്രവാദികളെ മോചിപ്പിക്കണമെന്ന് ഹൈജാക്കർമാർ ആവശ്യപ്പെട്ടു. യാത്രക്കാരുടെ കാര്യത്തിൽ ഇന്ത്യക്ക് മേൽ ഉണ്ടായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒടുവിൽ റാഞ്ചുകളുടെ ആവശ്യത്തിന് ഇന്ത്യ സമ്മതമറിയിച്ചു. മൗലാന മസൂദ് അസർ, അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖ്, മുഷ്താഖ് അഹമ്മദ് സർഗാർ എന്നീ ഭീകരരെയാണ് അന്ന് ഇന്ത്യ മോചിപ്പിക്കേണ്ടി വന്നത്. തീവ്രവാദികളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നതായി പലരും
കണ്ടതിനാൽ ഈ തീരുമാനം വളരെ വിവാദപരമായിരുന്നു. എന്നാൽ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ ഇത് ആവശ്യമായ നടപടിയാണെന്നായിരുന്നു സർക്കാരിൻ്റെ വാദം. അവസാനവട്ട ചർച്ചകൾക്കായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗ്, ഇന്റലിജൻസ് ബ്യൂറോ മേധാവി അജിത് ഡോവൽ, വിദേശകാര്യ സെക്രട്ടറി വിവേക് ഗഡ്ജു എന്നിവർ സഞ്ചരിച്ച വിമാനത്തിൽ തന്നെ മോചിപ്പിച്ച ഭീകരരെയും കൊണ്ടുപോകേണ്ടി വന്നതും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് നാണക്കേടായി. ഒടുവിൽ 1999 ഡിസംബർ 31 തീവ്രവാദികൾക്ക് പകരമായി ബന്ദികളെ വിട്ടയച്ചു. ഒരാഴ്ച കാലത്തോളം BJPക്ക് കീഴിലുള്ള ഇന്ത്യൻ സർക്കാരിനെ വട്ടം കറക്കിയ സംഭവം ഇന്നും നടുക്കുന്ന ഓർമ്മയാണ്. അന്ന് റാഞ്ചുകളുടെ നിർബന്ധത്തിന് വഴങ്ങി വിട്ടുകൊടുത്ത മസൂദ് അസറാണ് പിന്നീട് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന രൂപീകരിച്ചത്. പാർലമെൻറ്റ് ആക്രമണം ഉൾപ്പെടെ നടത്തിയതായി കണക്കാക്കുന്ന സംഘടനയായി ജെയ്ഷെ മുഹമ്മദ് പിന്നീട് മാറി. ഒരേ സമയം നാണക്കേടായും എക്കാലത്തും ഇന്ത്യയുടെ മുറിവായും മാറിയ കാണ്ഡഹാർ വിമാനറാഞ്ചൽ വാജ്പേയി ഭരണകൂടത്തിൻ്റെ ദുർബലതയെയും തുറന്നു കാട്ടുന്ന സംഭവമായി മാറി. Waytonikah.com, the exclusive Muslim matrimonial site.